പരമകാരുണികനായ അള്ളാഹുവിന് സന്താനമുണ്ടെന്നവർ പറഞ്ഞു. അള്ളാഹ് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അള്ളാഹു ശക്തമായി വിമർശിക്കുകയാണ്. എത്ര ഗൗരവമുള്ള വാക്കാവരാ പറഞ്ഞത് എന്നല്ല പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പേരോടിനോട് ഞാൻ ചോദിച്ചിരുന്നു, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞതിന് അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെട്ടത്? അള്ളാഹ്ക്ക് വിചാരിച്ചാ പോരായിരുന്നോ? അബൂജഹിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവരുടെ വേറൊരു അള്ളാഹിനെ പറ്റിയാണ്, എന്നെ പറ്റിയല്ല. അള്ളാഹ്ക്ക് അങ്ങനെ പറഞ്ഞൂടെ? അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെട്ടത്? സാധാരണക്കാരായ ആളുകൾക്ക് ആർക്കും മനസ്സിലാവൂലേ അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് ഒരാൾ പറയും. അപ്പൊ അതിന് അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹിനെ പറ്റി പറഞ്ഞതായതുകൊണ്ട്, അള്ളാഹിനെ പറ്റി പറഞ്ഞ വാദമായതുകൊണ്ടാണ് അള്ളാഹു ദേഷ്യപ്പെടുന്നത്. നേരെ മറിച്ച് അള്ളാഹിനെ പറ്റിയല്ല, അത് അവരെ വേറെ ഏതോ ഒരു അള്ളുണ്ട്, ആ അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്നാ പറഞ്ഞത്. എനിക്കെന്താ ചെയ്തെന്നല്ലേ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണോ പറഞ്ഞത്? അള്ളാഹു അതിനെ ഗൗരവത്തോടെ കാണുകയും ഗൗരവതരമായ മറുപടി അതിന് കൊടുക്കുകയും ചെയ്തിട്ടില്ലേ? ആ കാര്യം ഞാനന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് പേരോട് മറുപടി പറയാൻ വേണ്ടി വന്നിട്ട് ഒരക്ഷരം അതിനെ സംബന്ധിച്ച് പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു. നമ്മൾ പറയുന്ന അതേ അള്ളാനെ തന്നെയാണ് അവരും അള്ളാന്ന് വിളിച്ചത്. അതല്ല